My friend, എന്റെ സ്നേഹിത, I want to share with you the immortal promise of യേശുവിന്റെ Jesus. അനശ്വരമായ വാഗ്ദത്തം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Ask and it will be given to you. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. Seek and you will find. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. Knock and it will be open to you. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. Luke chapter 11 and verse 9. ലൂക്കോസ് 11:9. And he says, ask anything in my name, the name of Jesus, and I will do it. യേശു പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകും. A family received this blessing. ഒരു കുടുംബം ഈ അനുഗ്രഹം പ്രാപിച്ചു. ഉമാറാണി. Husband is Santosh. അവരുടെ ഭർത്താവിന്റെ പേര് സന്തോഷ്. They got married in 2017. 2017 അവരുടെ വിവാഹം നടന്നത്. And in 8 months' time after marriage, they had misunderstandings between themselves. വിവാഹശേഷം 8 മാസത്തിനുള്ളിൽ അവർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായി. And the problems increased. Finally, they got separated. കുടുംബത്തിലെ പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിച്ചു. ഒടുവിൽ അവർ വേർപിരിഞ്ഞു. And he became a drunkard. സഹോദരൻ സന്തോഷ് ഒരു മദ്യപാനിയായി തീർന്നു. The wife was heartbroken. ഭാര്യയുടെ ഹൃദയം തകർന്നുപോയി. 2 years passed by. 2 വർഷങ്ങൾ കഴിഞ്ഞുപോയി. After that, she came back to the husband and they started living together. അതിനുശേഷം ആ സഹോദരി ഭർത്താവിന്റെ അരികിലേക്ക് തിരിച്ചു വന്നു. അവർ വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി. But the husband had a lot of suspicions about her because of the 2-year separation. എന്നാൽ 2 വർഷം വേർപിരിഞ്ഞ് ജീവിച്ചതുകൊണ്ട് ഭർത്താവിനെ ഭാര്യയുടെ മേൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. And his drinking also ആ increased. സഹോദരൻ കൂടുതൽ മദ്യപിക്കുവാനും തുടങ്ങി. It was at this time Uma Rani's auntie took her to the Jesus Calls Prayer Tower. ഈ സമയത്തായിരുന്നു ഉമാറാണിയുടെ ആന്റി അവളെ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് There കൂട്ടിക്കൊണ്ടുവന്നത്. she gave her request at the prayer tower to the prayer ആ intercessors. സഹോദരി പ്രാർത്ഥനാ ഗോപുരത്തിൽ വെച്ച് തന്റെ പ്രാർത്ഥനാ അപേക്ഷ പ്രാർത്ഥനാ പടയാളിക്ക് നൽകി. The prayer warriors prayed incessantly. പ്രാർത്ഥനാ പടയാളികൾ നിരന്തരമായി ആ സഹോദരിയുടെ പ്രാർത്ഥനാപേക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Every day all these prayer requests are sent to me. എല്ലാ ദിവസവും ഈ പ്രാർത്ഥനാപേക്ഷകളെല്ലാം എനിക്ക് അവർ അയച്ചു തരും. I also pray for them wherever I am. ഞാൻ എവിടെയാണെങ്കിലും ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. After that, amazingly, the husband slowly stopped drinking. അതിനുശേഷം അത്ഭുതമെന്ന് പറയട്ടെ, ഭർത്താവ് സാവധാനത്തിൽ മദ്യപാനം നിർത്തുവാൻ ആരംഭിച്ചു. And his suspicions about the wife also started going away. ഭാര്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംശയങ്ങളും ക്രമേണ കുറഞ്ഞു വരുവാൻ തുടങ്ങി. Amazingly, he started speaking peacefully to his wife. അത്ഭുതമെന്ന് പറയട്ടെ, ആ സഹോദരൻ ഭാര്യയോട് സമാധാനത്തോടെ സംസാരിക്കുവാൻ And ആരംഭിച്ചു. following that, she got a good job in a hospital according to her അതിനെ education. തുടർന്ന് ആ സഹോദരിക്ക് തന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് നല്ലൊരു ആശുപത്രിയിൽ നല്ലൊരു ജോലി ലഭിച്ചു. Today, all their sorrows have turned into joy because of Jesus. ഇന്ന് യേശു നിമിത്തം അവരുടെ സകല ദുഃഖങ്ങളും സന്തോഷമായി മാറിയിരിക്കുന്നു. Jesus says, ask and I will give you all that you ask, so that your joy will be full because of my യേശു name. പറയുന്നു, യാചിപ്പിൻ, നിങ്ങൾ യാചിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകും. എന്റെ നാമം നിമിത്തം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. God will do it for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. I want to pray for you right now. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Pour out your heart to Jesus. നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ യേശുവിന്റെ സന്നിധിയിൽ പകരുവിൻ. Jesus has gone through every pain, every sorrow that you are going through right now. നിങ്ങൾ കടന്നു പോകുന്ന സകല വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും യേശുക്രിസ്തു കടന്നുപോയിട്ടുണ്ട്. He carried your pain, your sorrows through his suffering on the cross. ക്രൂസിലെ തന്റെ കഷ്ടപ്പാടുകളിലൂടെ യേശുക്രിസ്തു നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും തന്റെ മേൽ വഹിച്ചു. And he overcame them. യേശു അവയെ കീഴടക്കുകയും ചെയ്തു. Rose up from the dead. യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Today he has the power to deliver you and build your ഇന്ന് home. നിങ്ങളെ വിടുവിക്കുവാനും ഭവനത്തെ കെട്ടിപ്പണിയുവാനുമുള്ള ശക്തിയും അധികാരവും യേശുവിനുണ്ട്. He has the love and the power to unite you as husband and wife and make you enjoy every യേശു നിങ്ങളെ blessing. സ്നേഹിക്കുന്നു. ഭാര്യയും ഭർത്താവുമായി നിങ്ങളെ പരസ്പരം ഒരുമിപ്പിക്കുവാനും സകല അനുഗ്രഹങ്ങളും ആസ്വദിക്കുവാൻ പ്രാപ്തരാക്കുവാനുമുള്ള അധികാരവും യേശുവിനുണ്ട്. Lord Jesus, കർത്താവായ യേശുവേ, if there is misunderstanding between the husband and the wife, ഭർത്താവ്
ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ Today, enter into their hearts, Lord Jesus, and unite them with your love. യേശുവേ, ഇന്ന് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ അവരെ പരസ്പരം ഒരുമിപ്പിക്കണമേ. Miraculously unite them. അത്ഭുതകരമായി അവരെ പരസ്പരം Let ഒരുമിപ്പിക്കണമേ. every suspicion spirit leave in Jesus' name. സംശയത്തിന്റെ സകല ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ അവരെ വിട്ട് അകന്നു പോകട്ടെ. Let there be unity and faithfulness between the husband and the wife. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഐക്യവും വിശ്വസ്തതയും ഉണ്ടാകട്ടെ. Unite them. അവരെ ഒരുമിപ്പിക്കണമേ. Let them enjoy a joyous family life. അവർ സന്തുഷ്ടമായ കുടുംബ ജീവിതം ആസ്വദിക്കട്ടെ. Let them start working together in the family. അവർ കുടുംബത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ Let ആരംഭിക്കട്ടെ. the children grow up with utmost security because daddy and mommy are so happy. മാതാപിതാക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നതുകൊണ്ട് സുരക്ഷിതമായി മക്കൾ വളർന്നു വലുതാകട്ടെ. Bless this family, Lord. ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. And Father, പിതാവേ, give the right job. അവർക്കങ്ങ് അനുയോജ്യമായ ജോലി Let them നൽകണമേ. be settled. അവർ കുടുംബത്തിൽ നല്ല നിലയിലെത്തട്ടെ. Let there be financial blessings in the family. കുടുംബത്തിൽ സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. And if anyone is addicted in the family to evil habits, release them now. കുടുംബത്തിൽ ആരെങ്കിലും പൈശാചിക സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവരെ അങ്ങ് വിടുവിക്കണമേ. Honor them. അവരെ മാനിക്കണമേ. Honor them. അവരെ മാനിക്കണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Let this day be blessed. ഈ ദിവസം അനുഗ്രഹീതമായ സുദിനമാകട്ടെ. Let them have everything that they are asking right now. അവർ അങ്ങയോട് യാചിക്കുന്ന സകലതും അവർക്കിപ്പോൾ Give ലഭിക്കട്ടെ. them victory in their examinations. പരീക്ഷകളിൽ അങ്ങ് അവർക്ക് വിജയം നൽകണമേ. Every job that they need to get, give it to them. അവർക്ക് ലഭിക്കേണ്ട സകല ജോലികളും അങ്ങ് അവർക്ക് നൽകണമേ. Give admission in the best program ഏറ്റവും നല്ല പ്രോഗ്രാമിന് അവർക്ക് അഡ്മിഷൻ and നൽകണമേ. all the finances for their blessing. അവരുടെ അനുഗ്രഹത്തിനുള്ള സമ്പത്ത് അവർക്ക് നൽകണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. My friend, എന്റെ സ്നേഹിതന്മാരെ, we have a 24 hours telephone prayer tower. ഞങ്ങൾക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ടെലിഫോൺ പ്രാർത്ഥനാ You can ഗോപുരമുണ്ട്. call any time for prayer. ഏത് സമയത്തും പ്രാർത്ഥനയ്ക്കായി നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. The number is on the screen. നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. And also come to the nearest prayer tower so that our prayer intercessors can pray for you. കൂടാതെ നിങ്ങളുടെ സമീപത്തുള്ള പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് വരുവിൻ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനാ പടയാളികൾ നിങ്ങൾക്ക് വേണ്ടി You പ്രാർത്ഥിക്കും. can be anybody. All are welcome. നിങ്ങൾ ആരുമാകട്ടെ, എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. And the prayer tower is opened from morning 8 to night 8 p.m. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രാർത്ഥനാ ഗോപുരം Daily. തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. But you can call the telephone prayer tower which is open 24 hours. എന്നാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടെലിഫോൺ പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും And വിളിക്കാം. we have prayer intercessors who speak different languages. വ്യത്യസ്ത ഭാഷകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പടയാളികൾ Call ഞങ്ങൾക്കുണ്ട്. this number and be blessed. ഈ നമ്പറിലേക്ക് വിളിക്കുവിൻ. നിങ്ങൾ അനുഗ്രഹീതരാകുവിൻ.